നമസ്കാരം. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ചെറിയ പ്രായം കൊണ്ട് തന്നെ ഉന്നതങ്ങളിൽ എത്താൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യം നിസ്സംശയം പറയും. രാഹുലിനെതിരെ പുതിയ പരാതികളുമായി കോൺഗ്രസിലെ തന്നെ സ്ത്രീകൾ കൂടി രംഗത്ത് വരുന്നതോടുകൂടി രാഹുലിനെതിരെയുള്ള കുരുക്കുകളെല്ലാം മുറുകുകയാണ്. ചെയ്ത തെറ്റുകളൊന്നും നിഷേധിക്കാൻ കഴിയാത്ത വിധം ഡിജിറ്റൽ തെളിവുകൾ സാക്ഷി പറയുമ്പോൾ രാഹുലിന് കൂട്ടുപിടിച്ചവരും കുടപിടിച്ചവരും ഒക്കെ കുടുങ്ങുന്ന ലക്ഷണമാണ്. ഷാഫി പറമ്പിൽ MLA-ക്കെതിരെ പോലും ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിലെ മഹിളാ പ്രവർത്തകർ കൂടി രംഗത്ത് വന്നു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്ന തരത്തിലുള്ള പരാതികൾ ഷാഫി പറമ്പിൽ MLA-ക്ക് രേഖാമൂലം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നതോടുകൂടി കാര്യങ്ങൾ കോൺഗ്രസിന്റെയും കൈവിട്ടു പോവുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് സ്ഥിരമായി നടന്നു വരുന്ന സ്ത്രീ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ സത്യം പുറത്തു വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിന്റെ അധികാര കസേര കണി കാണാൻ കിട്ടാത്ത കോൺഗ്രസിന് ഇക്കൊല്ലവും അതിനുള്ള യാതൊരു സാധ്യതകളും ഇല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിന്റെ അധപ്പതനം ഒരു വ്യക്തിയെ മാത്രമല്ല കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ മുഴുവൻ അട്ടപടലം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ ഭരണവിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമായി അധികാരം ചോദിച്ചു വാങ്ങാൻ ഇടമുണ്ടായിരുന്ന കോൺഗ്രസുകാരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സ്ത്രീ താല്പര്യങ്ങൾ കൊണ്ട് ഒന്നുമല്ലാതാക്കി തീർത്തിരിക്കുന്നത്. ലൈംഗിക പീഡനം, നിർബന്ധിത ഗർഭഛിദ്രം കേസുകൾ നേരിടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആഞ്ഞടിച്ച് AICC വക്താവ് ഡോക്ടർ ഷമാ മുഹമ്മദും MA ഷഹനാസും രംഗത്ത് വന്നു കഴിഞ്ഞു. ഒന്നും രണ്ടുമല്ല, മുഖമില്ലാത്ത പ്രമുഖരും ഇരകളും അതിജീവിതകളും മാത്രമല്ല, ഊരും പേരും നാടും കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ വ്യക്തമായ സ്ഥാനങ്ങളും അധികാരങ്ങളും ഒക്കെയുള്ള തല മുതൽ വാല് വരെയുള്ള രാഹുലിന്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെടെ രംഗത്ത് വന്നതോടുകൂടി കോൺഗ്രസിനുള്ളിലെ ചീഞ്ഞതും നാറിയതും പൂട്ടിവെച്ചതുമായ കഥകളെല്ലാം പുറത്തു വരികയാണ്. ഇതിനിടയിലാണ് രാഹുൽ കീഴടങ്ങിയേക്കുമെന്ന സൂചന കൂടി പുറത്തു വരുന്നത്. നേതൃത്വം പരോക്ഷമായി കൈവിടുകയും വിഴുപ്പ് ചുമക്കാൻ ഇനി കഴിയാതിരിക്കുകയും കൂടി ചെയ്യുന്ന നിലവിലെ സ്ഥിതിയിൽ ആദ്യം പരാതി ഉന്നയിക്കപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ചാലും അതിനുശേഷം ആരോപിക്കപ്പെട്ടതും രേഖാമൂലം പരാതിപ്പെട്ടതുമായ കേസുകളിൽ ഇനി ജാമ്യം വളരെ ബുദ്ധിമുട്ടാണ്. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുലിന് കഴിയില്ല എന്ന കാര്യം ഉറപ്പായതോടുകൂടി മാളത്തിൽ ഒളിച്ചിരുന്ന പോലീസിന്റെ പിടിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടി വിലങ്ങ് വെച്ചു നീങ്ങുന്നതിലും നല്ലത് അതീവ രഹസ്യമായി കീഴടങ്ങുന്നതാണെന്നാണ് രാഹുലിന്റെ തീരുമാനമെന്നാണ് കണക്കുകൂട്ടൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വയനാട്ടിലെ കോടതികളിൽ കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹത്തെ തുടർന്ന് മാധ്യമങ്ങളുടെ കാത്തിരിപ്പും പോലീസിന്റെ വാഹന പരിശോധനയും തകൃതിയായി നടക്കുകയാണ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടെയാണ് കർണാടകയിൽ ഒടുവിൽ കഴിയുന്ന രാഹുൽ കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങിയേക്കുമെന്ന വിവരം പുറത്തുവരുന്നത്. മാധ്യമ പ്രവർത്തകർ കൽപ്പറ്റ കോടതി പരിസരത്ത് എത്തിക്കഴിഞ്ഞു. പിന്നാലെ പോലീസ് സംഘവും കോടതി പരിസരത്തെത്തി. കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങുമെന്ന് പ്രചരിച്ചത് മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ തിരിക്കാനാണെന്നും മാനന്തവാടി കോടതിയിലോ ബത്തേരി കോടതിയിലോ മറ്റെവിടെയെങ്കിലുമോ ഹാജരാവാനാണ് സാധ്യതയെന്നും അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ വയനാട്ടിൽ തന്നെയാണ് ഒളിവിൽ കഴിയുന്നതെന്നും കേരള കർണാടക അതിർത്തിയിലാണെന്നും എല്ലാമുള്ള അഭ്യൂഹങ്ങളും ഇതിനിടയിൽ പരന്നു. വൈകുന്നേരം മുതൽ മുത്തങ്ങ ഉൾപ്പെടെയുള്ള വയനാട് കർണാടക അതിർത്തി പ്രദേശങ്ങളിലും ബത്തേരിയിലും പോലീസ് വാഹന പരിശോധന കർശനമാക്കി. കൂടുതൽ പോലീസിനെ ബത്തേരി കേന്ദ്രീകരിച്ച് എത്തിക്കുക കൂടി ചെയ്തതോടെ അഭ്യൂഹങ്ങൾ ശക്തമായി. കർണാടക കേരള അതിർത്തിയിൽ നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തെന്നും വയനാട് വഴി കൊണ്ടുവരുമെന്നും പരന്നു. ഇതോടെ മാധ്യമങ്ങളും ബത്തേരി പോലീസ് സ്റ്റേഷൻ പരിസരത്തെത്തി. പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല എന്നും വാഹന പരിശോധന ഉൾപ്പെടെ സ്ഥിരം പരിശോധന ശക്തമാക്കുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് 12 മണിയോടെ വിധിയുണ്ടാകും. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ബുധനാഴ്ച രാവിലെ രാഹുലിന്റെ ആവശ്യപ്രകാരം അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂറോളം വാദം നടന്നിരുന്നു. കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ചത് കോടതി അനുവദിക്കുകയും ചെയ്തു. അതിജീവിതയുടെ ചാറ്റുകളും വിവാഹ ഫോട്ടോയും അടക്കം പ്രതിഭാഗം ഹാജരാക്കിയപ്പോൾ അതിജീവിതയെ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന വാട്സ്ആപ്പ് ചാറ്റുകളാണ് പ്രോസിക്യൂഷൻ കൂടുതൽ ആശ്രയിച്ചത്. കോടതി അനുമതിയോടെ പിന്നീട് കൂടുതൽ വാട്സ്ആപ്പ് ചാറ്റുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഹർജിയിൽ വിധി ഉണ്ടാകും വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന ആവശ്യത്തിൽ കോടതി നിലപാട് സ്വീകരിച്ചില്ല. ഇനി ഏതൊക്കെ അഗ്നിയിൽ മുങ്ങി നിവർന്നു വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ലൈംഗിക കുറ്റവാളിയുടെ വേഷത്തിൽ നിന്ന് ജനപ്രതിനിധിയുടെ വെളുത്ത ഖദറിലേക്ക് ഇനിയൊരു മടക്കം സാധ്യമല്ല.